കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ക്രൂ ഇന്നുള്ളത് തലശ്ശേരി ധർമ്മടത്താണ്. ഞങ്ങളിങ്ങോട്ട് വരാൻ കാരണം 2025 ജനുവരി 12 തലശ്ശേരി സാൻറ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ ഏതാണ്ട് 5000-ഓളം മനുഷ്യർ ഒത്തുചേർന്നു. അവർ തിരി തെളിച്ചു, സ്നേഹം പങ്കിട്ടു. അപ്പോൾ അതെന്തുകൊണ്ട് ഇത്രയും മനുഷ്യർ അവിടെ ഒത്തുചേർന്നു എന്ന ഞങ്ങളുടെ അന്വേഷണം എത്തുന്നത് സ്നേഹക്കൂട് എന്ന കൂട്ടായ്മയിലേക്കാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ മാതാവിനെ മക്കൾ കൊല്ലുന്നു, മകനെ പിതാവ് കൊല്ലുന്നു, സഹോദരങ്ങൾ തന്നെ വെട്ടിക്കൊല്ലുന്നു, അയൽവാസിയെ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ കയറി ആളുകൾ വെട്ടിക്കൊല്ലുന്നു, അതോടൊപ്പം തന്നെ പ്രായമായ മാതാപിതാക്കളെ നടതള്ളുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ വാർത്തകളാണ്. ആ വാർത്തകൾക്കിടയിൽ നിരാലംബരായ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനം സ്നേഹക്കൂട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനം? എന്തുകൊണ്ട് ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ഒന്നിക്കുന്നു? വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള കുറേ മനുഷ്യരിങ്ങനെ കൈ ചേർത്ത് തോളോട് തോൾ ചേർന്ന് നിരാലംബരായ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന നല്ല ഒരു കാഴ്ചയാണ് സ്നേഹക്കൂട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അണിയറയിലേക്കൊന്ന് സഞ്ചരിക്കണം എന്ന് നേർരേഖ ആഗ്രഹിച്ചു. വ്യത്യസ്ത മേഖലകളിലുള്ള 3 അതിൻ്റെ അണിയറ പ്രവർത്തകരാണ് നേർരേഖയിൽ ഇന്ന് നമ്മോടൊപ്പം എത്തുന്നത്. അതിൽ ഒരാൾ രാഷ്ട്രീയ രംഗത്ത് സുപരിചിതനാണ്. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇന്നത്തെ നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെതിരെ മത്സരിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് അവിടെ മാറ്റിവെക്കാം. MP അരവിന്ദാക്ഷൻ. പൊതുപ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കാരണം തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും നിഴലായി അദ്ദേഹമുണ്ട്. തലശ്ശേരിയുടെ ഏത് വികസന പ്രവർത്തനം എടുത്താലും MP അരവിന്ദാക്ഷൻ എന്ന പൊതുപ്രവർത്തകൻ്റെ കയ്യൊപ്പ് നിങ്ങൾക്കതിനകത്ത് കാണാം. ആ മനുഷ്യൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന യാത്ര, അതോടൊപ്പം മേജർ P ഗോവിന്ദൻ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹം തലശ്ശേരിക്കാരുടെ മാത്രമല്ല കേരളത്തിലെ യുവാക്കൾക്ക് തന്നെ ഒരു മാതൃകയാണ്. അവരെ ചേർത്ത് പിടിച്ച് വിവിധ സേനകളിലേക്ക് അവരെയൊക്കെ പരിശീലിപ്പിച്ച് അയക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന മേജർ P ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ സുധാമണി, അവർ സർക്കാർ സർവീസിലുണ്ടായിരുന്നതാണ്. ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അവരും എത്തിയിരിക്കുന്നു ഈ സ്നേഹക്കൂട്ടിൽ. ഇവരോടൊപ്പം മറ്റ് ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാവരെയും നമുക്കൊരു ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇവരുടെയൊക്കെ പ്രതിയായിട്ടാണ് ഈ 3 പേരും എത്തിയിട്ടുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയത് 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് അരവിന്ദാക്ഷനിൽ നിന്ന് തുടങ്ങാം. മിസ്റ്റർ അരവിന്ദാക്ഷൻ, അരബിയേട്ട എന്നാണ് തലശ്ശേരിക്കാർ അരവിന്ദാക്ഷൻ. ഈ 3 അരബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഈ സ്നേഹക്കൂട് പിറന്നത്? അത് ആരുടെ ആശയമാണ്? എപ്പോഴാണ് ഇത് രൂപം കൊണ്ടത്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരി ജനറൽ ആശുപത്രി, പിന്നെ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്റർ, ഇവിടെയൊക്കെ ഒരു 30 വർഷത്തിലേറെ കാലമായി തലശ്ശേരി ആശുപത്രിയിലും 10 വർഷക്കാലം മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഉത്തരവാദിത്വവും. മലബാർ ക്യാൻസർ ഏത് പോസ്റ്റാണ് താങ്കൾ ഉണ്ടായിരുന്നത്? സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ഒരു പ്രതിനിധി, ആ പ്രതിനിധി ഞാനായിരുന്നു. മുഖ്യമന്ത്രി, ചെയർമാൻ, ആരോഗ്യ വൈദ്യുതി മന്ത്രിമാർ, ഫിനാൻസ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറി, പവർ സെക്രട്ടറി, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മലബാർ ക്യാൻസർ സെൻ്റർ ഡയറക്ടർ, പ്ലസ് ഒരു പ്രതിനിധി അതിനകത്ത് ഉണ്ടാവും. അത് രാഷ്ട്രീയ രംഗത്തുള്ള പ്രതിയായിരുന്നു താങ്കൾ. ഗവൺമെന്റിന്റെ കാര്യങ്ങളും ഈ രംഗങ്ങളിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ കണ്ടപ്പോൾ സാധാരണക്കാർക്ക് ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. അതിന് ഈ സ്വകാര്യ സഹകരണ ആശുപത്രികളൊന്നും അതിന് മറുപടിയല്ല. സർക്കാർ സംരംഭം തന്നെയാണ്. പിന്നെയുള്ളത് സന്നദ്ധ സംഘടനകളാണ്. ആ സന്നദ്ധ സംഘടനകൾക്ക് എവിടെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെടണമെന്ന് ആഗ്രഹം വന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് 2017 ഈ സ്നേഹക്കൂട് എന്ന ആശയം ആരുടേതാണ്? ആ പേര് ആരാണ് കണ്ടെത്തിയത്? അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇതിന് പൊരുത്തപ്പെടാൻ പറ്റിയ ആളുകളെ കണ്ടെത്തുമ്പോൾ നമ്മൾ 3 ആളും അതിനോടൊപ്പം വേറെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആദ്യ സിറ്റിംഗിൽ നിങ്ങളുടെ കൂടെ ആരാണ്? ആദ്യ സിറ്റിംഗിൽ ഞങ്ങളവിടെ ഒരു 10-12 ആളില്ലോ. അത് നമ്മൾ തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിൽ അവിടെ നമുക്ക് ഫ്രീ ആയി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ അവിടെ ഇരുന്നോന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഞങ്ങളൊരു 5-10 മീറ്റിംഗ് അവിടെ ഇരുന്ന് കൂടി വന്നിട്ടാണ് ഈ ടെലിച്ചറി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് എന്ന പേര് വന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ 10 ഉപപദ്ധതികളുണ്ട്. അതിൽ ഒന്നാണ് ഓൾഡ് ഏജ് ഹോം വനിത സ്നേഹക്കൂട്. ഇതിൻ്റെ മൊത്തം പേരല്ല, ഈ ഒരു സംവിധാനത്തിൻ്റെ ഈ
നിരാലംബരായ സ്ത്രീകളുടെ ആശ്രയ കേന്ദ്രത്തിൻ്റെ മാത്രം പേരാണ് സ്നേഹക്കൂട്. ഇതിന് പുറമെ 10 പദ്ധതികൾ വേറെയുണ്ട് അല്ലേ? നമുക്ക് തിരിച്ചു വരാം. ശ്രീ ഗോവിന്ദൻ, എങ്ങനെയാണ് താങ്കൾ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത്? എന്താണ് ഈ ആശയത്തിന് പിന്നിൽ? താങ്കൾ തന്നെ ഇപ്പം എത്ര കുട്ടികൾ താങ്കളുടെ പരിശീലനത്തിൽ വിവിധ സേനകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? 1632 പേര്. 1632 പേര്. എത്ര പേർക്ക് പരിശീലനം കൊടുത്തു? ഏകദേശം 4000 പേർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1632 പേര് ആർമിയിൽ സെലക്ഷനായിട്ട് പല യൂണിറ്റുകളിലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 4000 പേര് മതിയോ? 4000-ൽ കൂടുതലുണ്ടാവും. പക്ഷേ അതിനെ കൃത്യമായിട്ട് കണക്ക് പകുതിക്കടുത്ത് പേർക്ക് സർവീസിൽ കിട്ടിയെന്നുള്ളതാണ്. അതായത് ശരിക്കും നമ്മൾ 14 വർഷത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരുപാട് കുട്ടികൾ, പല ബാച്ചിലും 300-400 കുട്ടികളാണ് ഈ 4 ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികൾ. അതായത് കണ്ണൂർ, കാസർഗോഡ്. അതിന്റെ പേരെന്താണ്? ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? ബ്രക്സ. അതിന്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകൻ കേണൽ BK നായർ സാർ പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഈ സാധാരണ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു അത്യാവശ്യം കോട്ടയെല്ലാം വാങ്ങി നല്ല ജോലിയായിട്ട് പോകുന്ന ആളുകളാണ്. താങ്കൾ എന്തുകൊണ്ട് ഈ രംഗത്തേക്ക് വരാൻ തോന്നി? ശരിക്കും പറഞ്ഞാൽ നമുക്കത് NCC ഓഫീസറായിട്ട് ഞാൻ 23 വർഷം ബ്രണ്ണൻ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ NCCയോടും അതുവഴി ആർമിയോടും എനിക്ക് അതിയായ ഒരു സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് കുട്ടികൾ, അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടികളും അല്ലാത്തവരൊക്കെ ആയിട്ട് ഈ ആർമിയിലേക്ക് സെലക്ഷന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. പല തരത്തിൽ അവർ ഒഴിവാക്കപ്പെട്ടു പോകുന്നുമുണ്ട്. ചിലപ്പോൾ ചെസ്റ്റിൻ്റെ വലിപ്പക്കുറവ്, അല്ലെങ്കിൽ ഓട്ടത്തിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പുള്ളപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ഇതിൽ ഔട്ടായി പോകുന്നു പലരും. അപ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയായ ഒരു പരിശീലനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ നായർ സാറും ഞാനും കൂടി ചേർന്ന് ഈ സംഘടന രൂപീകരിച്ചു. ഏകദേശം 300ഓളം. ഫുൾ ഫോം എന്താണ്? ബ്രണ്ണൻ കോളേജ് ex-NCC അസോസിയേഷൻ. ബ്രണ്ണൻ കോളേജാണ് അതിന്റെ അടിസ്ഥാന സ്ഥാപനം. ബ്രണ്ണൻ കോളേജിലെ NCC യൂണിറ്റിന്റെ ഓഫീസറായിരുന്നല്ലോ ഞാൻ. അതുകൊണ്ട് അപ്പൊ ഞാൻ റിട്ടയർ ചെയ്യുന്ന വർഷം, അതായത് 2009 മാർച്ചിലാണ് റിട്ടയർ ചെയ്യുന്നത്. ആ വർഷം ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെയാണ് ഇതിന് സംഘടന. എപ്പോഴാണ് ഈ സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് യുവാക്കളെ ഈ ഉദ്ധരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ വാർദ്ധക്യ കാല ബുദ്ധിമുട്ടുകളും ദുരിതവും അനുഭവിക്കുന്ന നിരാലംബരിലേക്ക് എപ്പോഴാണ് കണ്ടെത്തുന്നത്? അത് ഈ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം തലശ്ശേരി IMA പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ടല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു സന്നദ്ധ ഭടനായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതിൽ പ്രധാനമായിട്ട് വർക്ക് ചെയ്ത ആംബുലൻസ് ഡ്രൈവറായിട്ട് തന്നെയാണ്. ഏകദേശം മേജർ പോസ്റ്റിൽ നിന്ന് ഡ്രൈവർ പോസ്റ്റിലേക്ക്. പക്ഷെ അതൊരു ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏത് ജോലിക്കും അതിൻ്റെതായ അങ്ങനെ ഒരു മനോനിലയിലേക്ക് താങ്കൾ വരാനുള്ള കാരണം സാധാരണ ഞാൻ പറഞ്ഞല്ലോ, റിട്ടയർഡ് മേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രൗഢിയില് ഞാൻ പറഞ്ഞല്ലോ, ഒരു ജോലിയായിട്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, വൈകുന്നേരം കൃത്യമായി കോട്ട വാങ്ങുന്നു, രണ്ടടിക്കുന്നു, നല്ല ജോലിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു, കിടന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു മനസ്സെങ്ങനെ രൂപപ്പെട്ടു? ശരിക്കും ഞാൻ ഇവിടെ റിട്ടയർ ചെയ്തതിനു ശേഷം ബ്ലഡ് ബാങ്കിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു കോർഡിനേറ്റിംഗ് ഓഫീസറായിട്ട് 5 വർഷം വർക്ക് ചെയ്തിരുന്നു. അതെന്തിനാണെന്ന് ആദ്യമായിട്ട് ബ്ലഡ് ബാങ്കിൽ ഈ ഒരു പോസ്റ്റ് വന്നു. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്നോട് പറഞ്ഞു, ഡോക്ടർ T രമേശ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അതിനു മുമ്പേ NCC ഓഫീസറായിരിക്കുന്ന അതെ. അപ്പോൾ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തിയ ചരിത്രം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ ഇതിന് വരണം, ഈ ഓഫീസറായിട്ട് ഇരിക്കണം. ആദ്യത്തെ പോസ്റ്റ് ആ മേഖലയിൽ നിന്നാണോ? ആ മേഖലയിൽ. അതായത് ഏകദേശം 5 കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തു ആ പോസ്റ്റിൽ. ആ വർക്ക് ചെയ്ത സമയത്താണ് ഞാൻ ഹോസ്പിറ്റലായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് അവിടെ നടക്കുന്ന IMA പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് കണ്ടത്. ഒരുപാട് രോഗികൾ, അതായത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരുപാട് രോഗികൾ അവിടെ പാലിയേറ്റീവ് കെയറിന് വേണ്ടി വരുന്നു. അപ്പോൾ അവരുടെ വീടുകൾ സന്ദർശിക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു, ആംബുലൻസ് ഡ്രൈവറായിട്ട് ഓരോ വീടുകളിൽ നമ്മൾ എത്താറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ കാണുന്നു. അപ്പോൾ ദയനീയമായിട്ടുള്ള അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ. അപ്പൊ മേജർ പദവിയിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവർ ആയപ്പോഴാണ് ഈ നിരാലംബരായ സ്ത്രീകളുടെ ദുരിതം നേരിട്ട് കാണാൻ പറ്റിയത്. തീർച്ചയായും. സുധാമണി, എങ്ങനെയാണ് സർക്കാർ സർവീസ് ഉണ്ടായിരുന്നു? ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? സംരക്ഷണ വകുപ്പ് തന്നെ. എന്തുകൊണ്ട്? എത്ര വർഷം ഉണ്ടായിരുന്നു ആ വകുപ്പിൽ? ഞാനൊരു 6 വർഷത്തോളം. 6 വർഷം. എന്താണ് പണി ഉപേക്ഷിക്കാൻ കാരണം?
പേഴ്സണലി വ്യക്തിപരമായ കാരണങ്ങളെ ജോലി ഉപേക്ഷിച്ചു. എപ്പോഴാണ് ഈ ഒരു സർക്കാർ ജീവനക്കാരി ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്നത്? എപ്പോഴാണ്? സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോടായിരുന്നു ജോലി ചെയ്തത്. അവിടെയുള്ള ഓൾഡ് ഏജ് ഹോമുകളിൽ ആദ്യം പോക്കുണ്ടായിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പായതുകൊണ്ട് അത് കണ്ടിരുന്നു. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മൾ ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഓൾഡ് ഏജ് ഹോം ഒക്കെ പറഞ്ഞ പരിമിതിയില്ല. ഇപ്പൊ ഇവിടെ കയറി വരുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ്. ഏതൊരു വീട്ടിൽ കയറി ചെല്ലുന്ന അതേ ഫീലാണ്. അമ്മമാരൊക്കെ നല്ല വൃത്തിയിൽ വസ്ത്രം ധരിച്ചു നല്ല ജോലിയായിട്ടിരിക്കുന്നു. കയറി വരുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയുണ്ട്, കാഴ്ചയുണ്ട്. ഗവൺമെന്റിന് ഇതുപോലെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് പരിമിതികളുണ്ട്. എന്നാലും കുറേ ആൾക്ക് അതും സഹായം തന്നെയാണ്. സുധാമണിയുടെ ജീവിതത്തിൽ ഈ സാമൂഹ്യക്ഷേമ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ മനസ്സിൽ പതിഞ്ഞ ഒരു അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ? കാരണം നിങ്ങളൊക്കെ പല ഓൾഡ് ഏജ് ഹോമുകളിലും പോയിട്ടുള്ളതാണല്ലോ. മനസ്സിൽ പതിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ മക്കളുള്ള അമ്മമാരെയും കൊണ്ടുവരും. മക്കളെ അങ്ങനെ ഒരു അമ്മ ഭയങ്കര വിഷമിച്ച് എപ്പോഴും വീട്ടിൽ പോകണം എന്നുള്ള വിചാരത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മക്കളെ ഞങ്ങൾ പോയിട്ട് കണ്ടു. തിരിച്ച് അവർ കൊണ്ടുപോകുന്നില്ലായിരുന്നു. അവർക്ക് നോക്കാൻ വയ്യ. അവർ കുറേ മക്കളുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ വീട്ടിലും നിൽക്കണം ഓരോ മാസം. അത് വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയത്. അതുകൊണ്ട് പിന്നെ ഒരാളായിട്ട് സ്ഥിരം കൊണ്ടുപോകുന്നില്ല. അങ്ങനെ എല്ലാവരെ കാണുമ്പോൾ സങ്കടം തന്നെയാണ്. അവിടുത്തെ പൊതുവേ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. പക്ഷെ അതിനെക്കാട്ടും എത്രയോ നന്നായിട്ട് ഇവിടെ എം പി അരവിന്ദാക്ഷൻ എന്തുകൊണ്ട് ഒരു സ്നേഹക്കൂടിൽ ഒരു വനിതകൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ കാരണം? ഒരു പലപ്പോഴും പുരുഷന്മാരാണ് ഇത്തരത്തിൽ വഴിയാധാരമാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം? അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ട് വന്നു? വനിതകൾക്കാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് ഡേയിലും ജെൻസ്. അല്ല, എല്ലാ സ്ഥലത്തും എവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നോക്കിക്കോ, എവിടെ അത് അങ്ങ് തൊട്ട് മേലെ തൊട്ട് താഴെ വരെ വരുമ്പോൾ വനിതകൾക്ക് തന്നെയാണ് പ്രയോറിറ്റി. എന്ന് വെച്ചാൽ പുരുഷന്മാർ ഇങ്ങനെയെല്ലാം ഒറ്റപ്പെടുന്നത് അത് ഒരു നല്ല കാര്യത്തിലേക്ക് കൂടി ആയിരിക്കില്ല. അപ്പം അവരൊരു നല്ല കാര്യത്തിലേക്ക് കൂടി വന്നിട്ടായിരിക്കില്ല അങ്ങനെയല്ല ഒറ്റപ്പെടലിലേക്ക് എത്തുന്നത്. അല്ല, ഇത്തരം സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത്, മുഴുവൻ സ്ഥലങ്ങളിലും നോക്കിയാൽ കണ്ടുവരുന്നത് ഇത് രണ്ടും ഒന്നിച്ചൊരു സ്ഥലത്ത് തുടങ്ങാൻ പാടില്ല. ഫസ്റ്റ് ഇത് ഒന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനാദ്യം പരിഗണന സ്ത്രീക്കായിരിക്കണം. എന്ന് വെച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെയാണ് അത് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയാണ് പറയുന്നത്. ഈ സ്ത്രീകൾക്കല്ലേ സംരക്ഷണം കിട്ടേണ്ടത്. ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പം ഒരു പുരുഷന് ഒറ്റക്കായി പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ കിടന്നുറങ്ങാം, അവിടെ ബാത്റൂം സൗകര്യം ഉണ്ട്, അവിടെ നിൽക്കാം. ഒരു സ്ത്രീക്ക് അങ്ങനെ നിൽക്കെങ്കില്ല. അപ്പോൾ സ്ത്രീയെ സംരക്ഷിക്കപ്പെടേണ്ടത് സ്ത്രീയാണ്. അപ്പോൾ അതിലാണ് നമുക്ക് നമ്മുടെ പരിപാടിയിൽ ജെൻസുണ്ട്, ഓൾഡ് ഏജ് ഹോം ജെൻസ് ഉണ്ട്. അതടുത്ത് വരുന്നതിൽ അത് പരിഗണിക്കുന്നുണ്ട്. സ്നേഹക്കൂട് എന്ന് പറയുന്നത് വനിതകൾക്കായിട്ടുള്ള എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? 60 above. 60 വയസ്സ്. ഏതൊക്കെ രീതിയിലുള്ള ആളുകളെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? അധികവും പാവപ്പെട്ടവരാണ്. എന്താ വെച്ചാൽ ആരും നോക്കാൻ സാധിക്കാതെ വളരെ പ്രയാസകരമായി ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് സഹായം എത്തിക്കലാണ്. അല്ലാതെ കൂടുതൽ സൗകര്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കലല്ല. അവർക്ക് കൊടുക്കാൻ ആളുകളുണ്ട്. നിരാലംബരായ സ്ത്രീകൾക്ക് 60 കഴിഞ്ഞവർക്കാണ് നമ്മളിവിടെ സംരക്ഷണം കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ എത്ര പേര് വന്നു നമുക്കിവിടെ? നമുക്കൊരു 10-60 ആളുകൾ വന്നു പോയി. ഇപ്പൊ നിലവിൽ എത്ര പേരുണ്ട്? ഇപ്പൊ ഇവിടെ 16 ബെഡിലും 16 പേരുണ്ട്. എത്ര പേര് മരണപ്പെട്ടു വിടുന്നു? ബാക്കി ഈ പറയുന്ന 10-30 ചില ആളുകൾ അതൊക്കെ വളരെ ഹൈടെക്കായി നമ്മൾ നടത്തും. നമ്മളെ അവരെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മളിവിടുന്ന് കൊണ്ടുപോയി മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിലെത്തിച്ച്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൻ്റെ ശ്മശാനത്തിലെത്തിച്ച്, എവിടെയാണോ അവരുടെ എത്തിച്ച് നല്ല രീതിയിൽ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തും. അവർ വന്നാലും വന്നിട്ടില്ല, വന്നാൽ അവർക്ക് കൊണ്ടുപോകാം. ചില ആൾ വന്നാൽ നമ്മളെ കൂടെ സഹകരിച്ചിട്ടാണ് ഈ ക്രീമേഷൻ ചടങ്ങ് നടത്തുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പൂർണ്ണമായ നല്ല സംവിധാനം തന്നെ ചെയ്തു കൊടുക്കും, നല്ല ആദരവ് തന്നെ കൊടുക്കും. അവർ ഇവരിവിടെ എത്തുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ട, നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ആരോഗ്യ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ അവർ 3, 4, 5 കൊല്ലം ജീവിക്കും. ആ ജീവിക്കൽ ഒരു റോയലായി ജീവിക്കണം. അങ്ങനെ ഒരു റോയലായി ഡെത്തും വേണം. റോയൽ ലൈഫും റോയൽ ഡെത്തും നമ്മൾ വാഗ്ദാനം ചെയ്യും. മേജർ ഗോവിന്ദൻ, ഇത്തരം പ്രവർത്തനങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു 5000 മനുഷ്യർ
നിങ്ങൾക്കൊരു രാഷ്ട്രീയ ബാക്കിങ്ങും ഇല്ലാതെ സാധാരണക്കാരായ മനുഷ്യർ ഒരു കുറച്ച് പേര് നിന്നിട്ട് 5000 പേരെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ ഷാഫി പറമ്പിൽ എം പി, തലശ്ശേരി നഗരസഭാ ചെയർമാൻ ജമുന റാണി ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകൾ നമ്മൾ കണ്ടു, ഗോകുലം ഗോപാലൻ. എങ്ങനെ സാധിച്ചു ആ ഒരു പ്രക്രിയ? അതായത് നമ്മുടെ സ്നേഹക്കൂടിൻ്റെ അല്ലെങ്കിൽ ടെറിറ്ററി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ ടീം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ടീമാണ്. ഞങ്ങൾക്ക് നമ്മുടെ ചെയർമാൻ തന്നെ MP അരവിന്ദാക്ഷൻ നമ്മുടെ തലശ്ശേരിയിലും അല്ല കണ്ണൂർ ജില്ലയിലും മാത്രമല്ല പിന്നെ ശരിക്കും അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും വളരെ ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ മറ്റുള്ള എല്ലാവരും തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രാഷ്ട്രീയം ഇതിലൊരു പ്രശ്നമേ അല്ല. എല്ലാവരും സമൂഹത്തിൻ്റെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്, പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചവരാണ്. അപ്പോൾ ആ കൂട്ടായ്മക്ക് എന്തായാലും സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമ്മൾക്ക് ഏത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നമ്മളത് വളരെ ഇച്ഛാശക്തിയോട് കൂടി വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തന്നെയാണ്. ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ്. അതെ, അതായത് ആദ്യത്തെ തുടക്കത്തിൽ അരവിന്ദാക്ഷൻ, അതുപോലെ ഞാൻ, അതുപോലെ ശ്രീനിവാസൻ, ഇങ്ങനെ ഒരു 10-12 പേര് മാത്രമേ ആദ്യം നടത്തുന്നത് നമ്മൾ തന്നെ. ആ ചർച്ച എങ്ങനെയാന്ന് പോയത് ആദ്യ ദിവസത്തെ ഇരുത്തം? കാരണം എന്തിനാണ് ഇത് ഇരിക്കാൻ ഇനിയും ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ ഉണ്ടാവും, അവർ ഇരിക്കും. അത് എങ്ങനെ കൊണ്ടുപോയി ആദ്യ ദിവസത്തെ ചർച്ച? അത് വളരെ ചർച്ച ചെയ്തു. അതായത് ഈ തുടങ്ങാൻ പോകുന്നത് ചെറിയ കാര്യമല്ല, അതായത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നല്ല പ്ലാനിങ്ങോട് കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വീട് കണ്ടുപിടിച്ചു. അപ്പോൾ ആ വീട് കണ്ടുപിടിച്ചു, അതിനുശേഷമാണ് നമ്മൾ ഈ ചർച്ച സജീവമാക്കിയത്. അതായത് ഒരു വാടക വീട് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ ഇതിന് നല്ലൊരു സാമ്പത്തിക സമാഹരണം നടത്തേണ്ടി വരും തുടങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അരവിന്ദാക്ഷനും ഞാനും ശ്രീനിവാസനും ഒക്കെ ചേർന്ന ടീം ഒരുപാട് പേരെ, ശ്രീനിവാസൻ ജയഭാരതി ബേക്കറിയിലുള്ളൊരു ഒരു പിന്നെ സ്റ്റാഫാണ്, ജീവനക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഇത്രയും എന്താ പറയട്ടെ, നമ്മുടെ തലശ്ശേരിയുടെ ഒരു ജം എന്ന് തന്നെ പറയാം, ഒരു രത്നം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണ്. സാമൂഹ്യ പ്രതിബദ്ധത, നിരാലംബരായിട്ടുള്ള രോഗികളോടും ഹോസ്പിറ്റലൊക്കെ അദ്ദേഹം ഡെയിലി ആസ്പത്രിയിൽ സന്ദർശിക്കുന്നു, നിരാലംബരായിട്ടുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത് നമ്മൾ നിത്യവും കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മളൊക്കെ ചേർന്ന് ധനസമാഹരണം നടത്തുന്നു. ചെറിയ അത്ര വലിയ തുകയൊന്നും വേണ്ടി വന്നിട്ടില്ല. നമ്മളത് കുട്ടിമാക്കൂര് ഒരു വീടെടുക്കുന്നു. ഒരുപാട് ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ്. അപ്പോൾ വാടകയ്ക്കായിരുന്നു. വാടകയ്ക്ക് ഒരു 2 നില കെട്ടിടമാണ് എടുത്തത്. പക്ഷേ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ, പക്ഷേ അതാണ് നമ്മുടെ ബേസ്. അവിടെ 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കത് മാറണം പല കാരണങ്ങളാലും. അസൗകര്യം, അതുമാത്രമല്ല സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടൊരു ലൈസൻസ് കിട്ടുള്ളൂ, ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ. അതുകൊണ്ട് നമുക്ക് സ്വന്തം ബിൽഡിംഗ് വേണം. അങ്ങനെയാണ് നമ്മൾ ധർമ്മടത്തുള്ള വീട് നമുക്ക് ഇങ്ങോട്ട് വന്നത്. ഞാൻ തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഗോവിന്ദമാഷിന്റെ വീട്ടിനടുത്താണ്. എന്താണ് ഗോവിന്ദമാഷ് വന്നിട്ട് പറഞ്ഞത്? ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങാൻ, ഓൾഡ് ഹോം തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. അതിന് മീറ്റിംഗിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഈ സുധാമണിയോട് അങ്ങനെ പറയാൻ? സുധാമണി അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണെന്ന് തോന്നി. കാരണം ഒരാളോട് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഓൾഡ് ഏജ് തുടങ്ങുന്നത് നിങ്ങൾ വരണമെന്നെല്ലാം പറഞ്ഞ ആളെപ്പാട് പറയുന്നത് ആളുകളെ നമുക്കറിയാലോ, അവരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ബ്രെക്സയുടെ നേതൃത്വത്തിൽ ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മമ്പറത്തുള്ള ഒരു ശരിക്കും ബ്രെക്സയുടെ സഹായത്തോടു കൂടി നമ്മൾ 6 വീടുകൾ എടുത്തു. അപ്പോൾ അതിലൊരു വീടിൻ്റെ കാര്യം, അതുപോലെ ഒരു കല്യാണം, ഒരു വിവാഹം. ആ വിവാഹത്തിനൊരു സ്വർണ്ണാഭരണോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു കുട്ടി, പാവം, അതും മമ്പറം തന്നെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കല്യാണത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സമീപിച്ചത് സുധയായിരുന്നു. കാരണം അവരുടെ മനസ്സെനിക്കറിയാം. അപ്പോൾ അവരാണ് നമുക്കതിന് വേണ്ടുന്ന, ആ കുട്ടിക്ക് വേണ്ടുന്ന ഒരു മോതിരം അവർ തന്നു. പിന്നെ ഒരു കല്യാണ ചെലവിനൊരു പൈസയും തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാലും എനിക്ക് അവരുടെ സുഖദേച്ചി ഉണ്ടായിരുന്നു.
എന്താണ് ആദ്യത്തെ മീറ്റിംഗുകളെ തുടർന്നുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ചുള്ള ആദ്യം എങ്ങനെ ഇതിന് ധനസമാഹരണം ഉണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആദ്യ തുടക്കത്തിലെല്ലാം ഞങ്ങളെല്ലാം എല്ലാവരും തന്നെ കുറേയെല്ലാം സംഭാവന കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് എല്ലാവരും. പിന്നെ മാഷെല്ലാം തന്നെ വണ്ടിയെല്ലാം കുറേ ആവശ്യത്തിന് ഇങ്ങനെ ഓടേണ്ടി വരും. മാഷ വണ്ടിയെല്ലാം തന്നെയാണ് കൂടുതൽ ഓടിയത്. എല്ലാവരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്. പിന്നെ സർക്കാർ ജീവനക്കാരിലെ ഒരു കൾച്ചർ, അധ്യാപകർ സർക്കാർ ജീവനക്കാരെ കുറിച്ച് സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവര് പൈസയെല്ലാം വളരെ ആറ്റി കുറുക്കിയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് വന്ന ഒരു ഇല്ല, ഞാൻ കുറച്ചു കാലമല്ലേ ജോലി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെയല്ലേ സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് അവരൊരിക്കലും വ്യതിചലിക്കില്ല. മാസ ബഡ്ജറ്റ് ഉണ്ട്, അതിൽ നിന്ന് വ്യതിചലിക്കില്ല. പക്ഷെ എനിക്കത് ഞാനങ്ങനെ ചിന്തിക്കുന്നത്. നമുക്ക് ചെയർമാൻ MP അരവിന്ദാക്ഷനോട്, അരവിന്ദാക്ഷൻ, എന്താണ് നിങ്ങളുടെ ഈ സൊസൈറ്റിയുടെ മൊത്തം പദ്ധതികൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മൊത്തം പദ്ധതികൾ ഈ പറഞ്ഞ ആദ്യം തുടങ്ങി ഈ ഓൾഡ് ഏജ് ഹോം, ഇനി ജെൻസിൻ്റെ ഓൾഡ് ഏജ് ഹോം, അതിനപ്പുറം വരുന്നത് നമുക്ക് പാലിയേറ്റീവ് ഹോം കെയർ. ആ ഹോം കെയർ ആണ് ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടത്. അത് 300ഓളം വീടുകളിലേക്ക് പോകുന്നുണ്ട്. അതിനെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് നമുക്കൊരു പാനൂരിലെ ഒരു സുഹൃത്ത് ഒരു വാഹനം തന്നു സൗജന്യമായി. അപ്പോൾ നമ്മൾ കണക്കാക്കി ഈ വാഹനം വെച്ച് നമ്മളൊന്ന് ഉപയോഗിക്കണ്ടേ. നമുക്ക് സഞ്ചരിക്കാനായിട്ട് ആ വാഹനം ഉപയോഗിക്കുന്നതിൽ നല്ലത് നമുക്ക് വരുമ്പോൾ പോകാൻ ചെയ്യാൻ സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ ആ വാഹനം വെച്ച് ഹോം കെയർ ആരംഭിക്കാം. അങ്ങനെ ഹോം കെയർ ആരംഭിച്ചു. അന്ന് ഇതേപോലെ തന്നെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തി. ഹോം കെയർ ആരംഭിക്കാൻ ചടങ്ങ് വലിയൊരു ചടങ്ങായി മാറി. അപ്പം അത് വെച്ച് ഇപ്പം ധർമ്മടത്തും തലശ്ശേരി അതെന്ന് വെച്ചാൽ ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു അതിൻ്റെ നടുവിൽ. ആ സമയത്ത് 5 കൊല്ലം. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയത് ഒരു വാർഡിൽ മിനിമം 5 to 10 ആൾ കിടപ്പ് രോഗികളുണ്ട്. ഇവർക്ക് ഗവൺമെൻറ് ആസ്പത്രിയിൽ സൗകര്യമില്ല, മലബാർ ക്യാൻസർ സെൻ്ററിൽ സൗകര്യമില്ല. അതിലൊരു 5-10 ബെഡേ ഇവർക്ക് കൊടുക്കേണ്ടി. അപ്പോൾ 1-2 ആഴ്ച അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ഇവർ പോകേണ്ടത് സർക്കാർ സ്വകാര്യ സഹകരണ ഹോസ്പിറ്റലുകളിലേക്ക്. അവിടെയൊക്കെ ഭീമമായ ബില്ലാണ്, അവർക്ക് കഴിയില്ല. അപ്പോൾ അത് ഇത് വേണം, അവർ കിടപ്പ് രോഗികളെ വീടുകളിലേക്ക് അങ്ങോട്ട് പോയി ചികിത്സിക്കണം. അപ്പോൾ അങ്ങോട്ട് പോയി ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് ട്യൂബ് മാറ്റൽ, BP നോക്കൽ, ഷുഗർ നോക്കൽ, വാട്ടർ ബെഡ് കൊടുക്കൽ, വീൽ ചെയർ കൊടുക്കൽ, ഇതെല്ലാം അവർക്ക് ആവശ്യമായിട്ട് വരും. അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഈ വീടുകളിലെ പോകുന്ന സന്ദർശനങ്ങളിൽ കൊടുക്കും. അതിനോർമ്മ ഏറ്റവും ഈ പോകുന്ന കൂട്ടത്തിൽ 10-300 വീടിൻ്റെ അകത്ത് വളരെ പ്രയാസകരമായ സാമ്പത്തികം ഇല്ലാത്ത, ജീവിക്കാൻ കഴിയാത്തവരും കൂടിയുണ്ട്, ഭക്ഷണ സാധനം. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ ഒരു എക്സ്ട്രാ കിറ്റും കൊടുക്കുന്നുണ്ട്. മാസാമാസം കിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓണം, വിഷു പോലുള്ള സമയങ്ങളിൽ സ്പെഷ്യൽ കിറ്റ് വേറെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോം കെയർ ഡ്യൂട്ടി വളരെ നന്നായി ഇപ്പം പോകുന്നുണ്ട്. അത് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ആളുകൾ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളിലേക്ക് എത്തിക്കലാണ് ഇനി മറ്റൊരു ദൗത്യം, അത് കൂടുതൽ വികസിപ്പിച്ചെടുക്കൽ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിന്, അതായത് ഏജ് ഓവറായി ക്വാളിഫൈഡ് അല്ല, ഒരു ജോലി കിട്ടില്ല, എംപ്ലോയ്മെൻറ്റിലും കിട്ടില്ല, PSCയിലും കിട്ടില്ല, ഒന്നും കിട്ടില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം കൊടുക്കുക, സ്ത്രീ ശാക്തീകരണം. അപ്പോൾ സ്വയം തൊഴിൽ പരിശീലനം കൊടുക്കാൻ ഇവിടെ കോടിയേരി മാടപ്പേടി നങ്ങാരത്തപ്പേടിയിൽ ഒരു പത്മനാഭൻ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ നമുക്കൊരു സ്ഥലവും ബിൽഡിങ്ങും നൽകി. നേരത്തെ വാഹനം തന്നത് പാനൂരിലെ സുഹൃത്ത് വാസോട്ടാണ്. ഈ ബിൽഡിങ് തന്നത് പത്മനാഭൻ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ആ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുമായി സഹകരിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോഴാണ് നമ്മളെ ഈ പദ്ധതിയും ബ്രോഷറൊക്കെ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചു. അപ്പോൾ നമ്മളിവിടെ ആരംഭിച്ചു. സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈലറിംഗ് ആണ് ഫസ്റ്റ് തുടങ്ങിയത്. പിന്നെ കുടനിർമ്മാണം തുടങ്ങി. പിന്നെ സാരിയിൽ മുത്തുപിടിപ്പിക്കലിൽ തുടങ്ങി. പിന്നെ ഈ ന്യൂറൽ പെയിൻറ്റ് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വിടല. പക്ഷേ ഒരു 8-10 പേര് അവിടെ ഉണ്ട്. അവർ സ്വന്തമായി വീട്ടിൽ നിന്ന് ചെയ്തോളാം, അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് ചെയ്തോളാം. അവരിനി ഇവിടെ നിന്ന് സാധനമായി കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുത്തരുമെങ്കിൽ അതും സ്വാഗതം. അപ്പോൾ ആ നിലക്ക് ആ സ്ഥാപനം അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് ഈ പകൽ വിശ്രമ കേന്ദ്രം തുടങ്ങണമെന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, രാവിലെ ആളെല്ലാം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവരെ പിടിച്ചേടിയും കൊണ്ട് ആക്കണം. ഉണ്ട്, പക്ഷേ അതിലും വളരെ പരിമിതമാണ്. സർക്കാരിൻ്റെ കയ്യിലാന്ന് എനിക്കും അറിയാം, സർക്കാരിനും അറിയാം. എന്ന് വെച്ചാൽ സർക്കാരിന് ഇത്തരം സംരംഭങ്ങളിൽ പൂർണ്ണമായി ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സന്നദ്ധ സംഘടനകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ കുട്ടികളെ ഡേ കെയർ, അതിന് പറ്റുന്നതാണ്, അത് ആരംഭിക്കണം.
മദ്യപാനത്തിൻ്റെ ശല്യം, ലഹരി, ആ ലഹരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമായി ലഹരി വിമോചന കേന്ദ്രം അങ്ങനെ ഒന്ന് തുടങ്ങണം. അങ്ങനെ ഏകദേശം 10ഓളം. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പം ഈ നമുക്ക് കപ്പിൾസായിട്ട് ഇപ്പോൾ മക്കളില്ല, അല്ലെങ്കിൽ മക്കൾ സ്ഥലം വിട്ടു, ഭാര്യയും ഭർത്താവുണ്ട്, അവരെ ഒന്നിച്ച് നിർത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇതിൻ്റെ അതുകൂടി ആരംഭിക്കണം. പിന്നെ ഇനി അവസാന ഘട്ടം വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡിന് ആൾ തയ്യാറുണ്ട്. പെയ്ഡിൻ്റെ കാര്യം ഡെവലപ്മെൻറ്റ് അന്തിമ ഘട്ടം വരുമ്പോൾ ഈ പറയുന്ന പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ ചില ആളുകൾ വന്നിട്ട് ഇവിടെ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഭാര്യയും ഭർത്താവുണ്ട്, പെയ്ഡായിട്ട് നിങ്ങൾ സ്ഥിരമായി ഞങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഭാവി വരുന്ന പ്രൊജക്റ്റുകൾ വലിയ വിശാലമായ പ്രൊജക്റ്റാണ് വരാൻ പോകുന്നത്. വലിയ സ്ഥലം എടുക്കാൻ പോകുന്നത്, ഏകദേശം 1.5 ഏക്കറോളം വരുന്ന സ്ഥലം എടുക്കുന്നത്. അവിടെ നമ്മൾ ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച 25-ാം തീയതി നടത്തിയ പരിപാടീൻ്റെ ലക്ഷ്യം തന്നെ അതിനെ ഒന്ന് പബ്ലിക്കിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ 50 ബെഡിൽ, അതാണ് അടുത്ത പരിപാടി. അതോടൊപ്പം ആ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ വരുന്ന പല ആളുകളും ഫിസിയോതെറാപ്പി വിഷയമുള്ളവരായിരിക്കും. അവർക്കും അല്ലാത്തവർക്കും ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കൂടെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ്, അതേ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഡയാലിസിസ് യൂണിറ്റ്. ഇന്ന് ക്യാൻസറിനേക്കാൾ ഡയാലിസിസ് വിഷയം കൂടിക്കൂടി. ഈ ഡയാലിസിസിനെ ഒരു ചെറിയ നമുക്ക് പറ്റാവുന്ന അത്ര അല്ല, നമുക്കെല്ലാം ചെയ്യാൻ കഴിയും, പക്ഷേ നമുക്ക് പറ്റാവുന്ന അത്ര സംവിധാനം ഒരുക്കി ഒരു ഡയാലിസിസ് സെൻറ്റർ നടത്തുക. ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ഥലം ഒരുപാട് വരുമ്പോൾ ആ സ്ഥലത്ത് മറ്റുള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞ ചില കേസുകളും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക. ഇതെല്ലാം ഈ ജനുവരി 12-ന് അത്രയും മനുഷ്യരെ നിങ്ങൾക്ക് അവിടെ ഒന്നിച്ച് കൊണ്ടുവരാൻ എങ്ങനെ സാധിച്ചു? അതിൻ്റെ ഒരു വർക്ക് എങ്ങനെയാണ്? സാധാരണ പൊളിറ്റിക്കൽ പാർട്ടികൾക്കാണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാകും. 100 കണക്കിന് പ്രവർത്തകർ എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യുന്നു. ഇത് വളരെ സൈലൻ്റായി, വലിയ പ്രചരണമൊന്നും എവിടെയും കണ്ടിട്ടില്ല. ആകെ ഒരു 1-2 ഫ്ലെക്സ് ബോർഡുകളെ കണ്ടിട്ടുള്ളൂ. വലിയ പ്രചരണങ്ങളോ വലിയ ഘോഷങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. വലിയ വിളംബര ജാഥ നടത്തിയ ആളെ കൂട്ടൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ഇത്രയും മനുഷ്യരെ നിങ്ങൾക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു? എനിക്ക് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ഏകദേശം ഒരു 1-1.5 മാസം മുമ്പേ ആയിരുന്നു. അതായത് 12-ാം തീയതി നമ്മൾ ജനുവരി 12-ാം തീയതി പരിപാടി നടന്നു. അതിനൊരു 1.5 മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. പ്ലാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടീം തന്നെ, നമ്മുടെ അരവിന്ദാഷിൻ്റെ നേതൃത്വത്തിൽ ഞാനും എല്ലാം ഉൾപ്പെടുന്ന ടീം തുടർച്ചയായിട്ട് ഈ 1.5 മാസക്കാലവും പല ആളുകളെയും നേരിട്ട് പോയി കണ്ടു. അവരുടെ അടുത്ത് നിന്ന് കിട്ടാവുന്നിടത്തോളം ഈ പാസ് കൊടുത്തിട്ട് ധനസമാഹരണം നടത്തി. അതുമാത്രമല്ല, സാധാരണക്കാർക്ക് ഇപ്പം വലിയ പൈസ ഒന്നും കൊടുത്ത് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഫ്രീ പാസ് കൊടുത്തിട്ട് കുറേ പേർക്ക് ഫ്രീ പാസ് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾക്ക് ഇത്രയും പേരെ കാരണം പരിപാടി നല്ല പരിപാടിയാണ്. റിമി ടോമിയും അതുപോലെ മധു ബാലകൃഷ്ണനും അതുപോലെ ഷീന വർഗീസും ഒക്കെ വളരെ പേര് കേട്ട കലാകാരന്മാരാണ്. അപ്പോൾ അവരുടെ പരിപാടി കാണാൻ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഒരു ബഹളവും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഈ ആത്മാർത്ഥമായിട്ട് നമ്മൾ 10-15 ദിവസം അല്ല 10-45 ദിവസം കഠിനമായിട്ട് പ്രയത്നിച്ചു എല്ലാവരും, നമ്മുടെ ടീം മുഴുവൻ. അതായത് ഇവിടെ ഈ നമുക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഏകദേശം ഒരു 10-30 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ ഉണ്ട്. അല്ല അത് കൂടാതെ ഒരു സ്വാഗത സംഘം നമ്മൾ രൂപീകരിച്ചു. സ്വാഗത സംഘത്തിൽ ഏകദേശം ഒരു 10-70-80ഓളം പേരുണ്ടായിരുന്നു. ആ 80 പേരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അതാണ് അതെ. അപ്പൊ അവരവരുടെ വീടിനടുത്ത് അല്ലെങ്കിൽ അവരവരുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ഇവരൊക്കെ പോയി കാണുകയും വരാൻ വേണ്ടിയുള്ള പാസ് കൊടുക്കേണ്ടവർക്ക് പാസ് കൊടുത്തു, ഫ്രീ പാസ്. അത്രയും ജനങ്ങളെ എത്തിച്ചു. എന്നുവെച്ചാൽ തലശ്ശേരി ഇപ്പം ഒരു സ്ഥലമില്ല, സ്റ്റേഡിയം ഇതിന് ഉപയോഗിക്കുന്നില്ല. പിന്നെ തലശ്ശേരി മഹോത്സവം നടത്തേണ്ടി വന്ന തന്നെ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് ഏറ്റവും സൂട്ടബിൾ പ്ലേസ്. മെട്രോപൊളിറ്റൻ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സ്വകാര്യ തലശ്ശേരി അതിരൂപതയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അവരുടെ പരിപാടികൾ അവിടെ നടക്കാറുള്ളൂ. അതെങ്ങനെ കിട്ടി? അത് ഇതേ മനസ്സുകാരനാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിനെ കൂടെ നമ്മളെ ഞാൻ ഗോവിന്ദമാഷൊക്കെ ഉണ്ട് പോയി വിവരം അങ്ങോട്ട് പറഞ്ഞ് മറ്റു സ്ഥലങ്ങളില്ല, അപ്പോൾ ഇവിടെ വെച്ച് നടത്തണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞെടുത്ത് അപ്പോൾ തന്നെ യെസ് ഒന്നുമില്ല. ഒരു ആലോചന ഇങ്ങോട്ടൊരു ചോദ്യം വരെ ഇല്ല. നടത്തി നിങ്ങളോടുള്ള ആളുകളുടെ ഒരു പൊതുസമയം. സുരയോടൊന്ന് ചോദിച്ചോട്ടെ, ഈ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രത്യേകത ഇവിടുത്തെ തൂണിനും തുരുമ്പിനും കാറ്റിനും മരത്തിനും ഇലകൾക്ക് പോലും രാഷ്ട്രീയമുള്ള മണ്ണാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തണലിലാണ് ഇവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതലും. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കല്ല അതുണ്ട്.
ഈ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ പോലും അദ്ദേഹം ഇതിൽ രാഷ്ട്രീയമില്ല, എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു? രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയൊക്കെ നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരുന്നു? എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒരു കൂട്ടായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ പാർട്ടീൻ്റെ ആൾക്കാരും ഉണ്ട്. എവിടെയെങ്കിലും എതിർപ്പുകൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും വന്നിട്ടില്ല. എല്ലാവരും നല്ല ആളുകളുടെ അഭിപ്രായം എന്താണ് ശരിക്കും ഇത്തരം കൂട്ടായ്മകൾ നടത്തുമ്പോൾ? ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. ഈ പരിപാടിയൊക്കെ ഒരു പ്രാവശ്യം പോലും എതിർപ്പ് എവിടുന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു തരും. എല്ലാ രാഷ്ട്രീയക്കാരും വിസിറ്റ് ചെയ്യലുണ്ട് ഇവിടെ. പൊതുവെ സമൂഹം മൊത്തത്തിൽ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നെയ്ബേഴ്സ് ആണെങ്കിലും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഞങ്ങളോട് തന്നെ സഹകരിക്കുന്നുണ്ട്. സഹകരിക്കുന്നുണ്ട്. ഈ താങ്കൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്ത് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനവും ഈ ജീവകാരുണ്യ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യന് പാർട്ടി പ്രവർത്തനങ്ങൾ തന്നെ വലിയ സമയം കണ്ടെത്തേണ്ടി വരും. എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങളുടെ പ്രവർത്തനമാണല്ലോ. ജനങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിക്കുന്ന ഒരു വേദി, ഒരാളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം രാഷ്ട്രീയക്കാരനിരിക്കാം. അതിൽ അല്ലാതെ രാഷ്ട്രീയക്കാരൻ ഇന്നേ മേഖലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നോ ഇന്നേതേ പറ്റുമെന്നോ അത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച സ്ഥലം തലശ്ശേരി ജനറൽ ആശുപത്രിയായിരുന്നു. ഇപ്പോൾ ആധുനിക സൗകര്യങ്ങൾ വന്നേരത്താന്ന്, മൊബൈൽ ഫോൺ കാര്യങ്ങളും വന്നേരത്താന്ന് കുറച്ച് പോക്ക് കുറഞ്ഞത്. പക്ഷേ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലത്തെ ഫസ്റ്റ് തലശ്ശേരി എത്തിയാലുള്ള ഫസ്റ്റ് സ്ഥലം സെലക്ട് ചെയ്ത് പോകുന്നത് അവിടെയാണ്. അതൊരു താലൂക്ക് ആസ്പത്രിയാണ്. അത് ജനറൽ ആസ്പത്രി ആയിക്കൊണ്ടാകുന്നത്. അന്ന് ഈ VM സുധീരൻ ആരോഗ്യമന്ത്രിയായപ്പോൾ ഞാൻ പോയി പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് മലബാറിന് പലതും കിട്ടുന്നില്ല, തിരുവിതാംകൂറിനെല്ലാം കിട്ടുന്നില്ല, അപ്പോൾ മലബാറിന് ഈ താലൂക്ക് ആസ്പത്രി ഒരു ജനറൽ ആസ്പത്രിയാക്കി ഉയർത്തണം. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, താനൊരു ജനറൽ ആസ്പത്രിയിൽ പോയി അവിടുത്തെ മുഴുവൻ പാറ്റേൺ എല്ലാ സാധ്യതയും വാങ്ങി ഒരു ഫയലുണ്ടാക്കി എൻ്റെ മുമ്പിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ആരോഗ്യവകുപ്പിൻ്റെ നയപ്രഖ്യാപനത്തിൽ തലശ്ശേരി താലൂക്ക് ആസ്പത്രി ജനറൽ ആസ്പത്രിയാക്കി ഉയർത്തി. അദ്ദേഹം തന്നെ വന്നൊരു ദിവസം ഫുൾ ടൈം അവിടെ ബാത്റൂം തൊട്ട് അവിടുത്തെ ഓവുചാല് വരെ പരിശോധിച്ച് അവിടുത്തെ മുഴുവൻ VM സുധീരൻ അവിടെ ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ പാസ്സാക്കി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞു. പിന്നീട് എനിക്ക് തോന്നി, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ കേരളത്തിലെ മന്ത്രിമാരും ആളുകളിലൊക്കെ ആയി വന്നിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനൊരു സെമിനാർ നടത്തി, ജനറൽ ആസ്പത്രി ഡെവലപ്മെൻറ്റ് സെമിനാർ. ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി വേണു IAS എന്ന കണ്ണൂർ ജില്ലാ കളക്ടറാണ്. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു പ്രപ്പോസൽ വെച്ചു, നമുക്ക് വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലും ട്രോമ കെയർ ഹോസ്പിറ്റലും ഇതിൻ്റെ സെക്കൻഡായിട്ട് ഇനി കൊണ്ടുവരണം. അപ്പോൾ അതിന് ഞാനും കൂടെ നിൽക്കാം, മൂവ് ചെയ്തു വന്നത്. അങ്ങനെയാണ് ഈ തലശ്ശേരിയിൽ അമ്മയും കുഞ്ഞും ആസ്പത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നതും. അല്ല, അത് ശങ്കര മിനിസ്റ്ററിലെടുത്ത പ്രഖ്യാപിച്ചത്. പിന്നെ അത് അവിടെ ബ്രേക്കായി. പിന്നെ ഉമ്മൻചാണ്ടി മിനിസ്റ്റർ വന്നു, ആരോഗ്യമന്ത്രിയായി ശിവകുമാർ വന്നു. ആ സമയത്ത് നമ്മളുടെ കണക്ഷൻ കൂടുതലാവുകയും ആ സമയത്ത് നമ്മുടെ ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി രാജീവ് സാന്തൻ IAS ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോസ്റ്റിംഗ് ആയി വന്നു. അപ്പോൾ അമ്മയും കുഞ്ഞും ആസ്പത്രി വളരെ നല്ല നിലയിൽ പ്രഖ്യാപിക്കാനും അന്ന് അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കാനും അന്നത്തെ MLA കോടിയേരി അടക്കം ഉൾപ്പെടുത്തി ആരോഗ്യമന്ത്രി ശിവകുമാർ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അത് പ്രഖ്യാപിച്ചു. സ്ഥലം ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി തരണം, ആശുപത്രിക്ക് 50 കോടി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ചു, രാജീവ് ഡോക്ടറെ. അതിൻ്റെ സ്ഥലം കണ്ടെത്തി അത്രയും പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. അതിനുവേണ്ടി കളക്ഷൻ എടുക്കാൻ, സ്ഥലം കണ്ടെത്താൻ കളക്ഷൻ എടുക്കണം എങ്ങനെ? അപ്പോൾ കോടിയേരി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പാർട്ടിക്ക് കളക്ഷൻ എടുക്കുന്നില്ല, അതിൻ്റെ വഴിയുണ്ട്. നമുക്ക് തലശ്ശേരി അസംബ്ലി നിയോജകമണ്ഡലം പ്ലസ് ധർമ്മടം പിണറായി പഞ്ചായത്ത്, ഇതിൻ്റെ കൂടുതൽ എഫക്റ്റുള്ള സ്ഥലമല്ലേ. ഈ സ്ഥലങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇറക്കി ഓൾ പാർട്ടി കമ്മിറ്റി ഉണ്ടാക്കി. ഈ ഒറ്റ ദിവസം കൊണ്ട് 3.5 കോടിയോ? അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2700 യൂണിറ്റ് ഉണ്ടാക്കി. ഒരു ദിവസം രാവിലെ ഫിക്സ് ചെയ്തു, ഉച്ചവരെ 700 യൂണിറ്റ്. ഈ ഒരു വാർഡ് തന്നെ 3-4 യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എല്ലാ വാർഡ് തല സമിതി യോഗം കൂടി എല്ലാ ഓൾ പാർട്ടി മീറ്റിംഗ് അവിടെ വെച്ച് ചില സ്ഥലത്ത് 3, ചില സ്ഥലത്ത് 4, ചില സ്ഥലത്ത് 5 യൂണിറ്റുകളായി. ആ യൂണിറ്റുകൾ ഒരു ദിവസം രാവിലെ 7 മണിക്ക് ആരംഭിക്കും, ഉച്ചയ്ക്ക് 2 മണി വരെ കളക്ഷൻ എടുക്കും. വൈകുന്നേരത്തിലുള്ള കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തി നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിക്കും. അപ്പോൾ രാവിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ ശമ്പളം കോടിയേരി ബാലകൃഷ്ണൻ MLAക്ക് കൈമാറി ആസ്പത്രി ഗ്രൗണ്ടിൽ വെച്ച്. കോടിയേരി ബാലകൃഷ്ണൻ MLAയുടെ 1 മാസത്തെ ശമ്പളം മുല്ലപ്പള്ളി രാമചന്ദ്രൻ MPക്ക് കൈമാറി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതേ സമയത്ത് ഈ 2700 യൂണിറ്റിൽ കളക്ഷൻ ആരംഭിച്ചു. നമ്മളൊക്കെ ഓരോ ടീമിലേക്ക് പോയി കളക്ഷൻ എടുത്തു. അങ്ങനെ എല്ലാ കളക്ഷനും കൂടി ചേർത്ത് വൈകുന്നേരം അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട്
ധാരണയാക്കി അവർ വൈകുന്നേരം അന്ന് ഓപ്പണാക്കി വെച്ചു. അത് രാത്രി ഏകദേശം 10-11 മണി വരെ പോയി ബാങ്കിങ് ടൈം. അങ്ങനെ ഒറ്റ ദിവസം അങ്ങനെ ആ ഒരു ദിവസം 1,67,00,000 ഒറ്റ ദിവസം അപ്പോൾ നമുക്ക് പൈസ പോരാ, സ്ഥലം എടുക്കാനെന്ന്. അപ്പോൾ നമ്മൾ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് നമ്മളും കൂടി ഇരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി കമ്മിറ്റിയിൽ താങ്കളുടെ പോസ്റ്റ് എന്തായിരുന്നു? ഞാൻ എൻ്റെ സ്ഥിരം കുഞ്ഞാസ്പത്രി കൊണ്ടുവരുന്നതിലെ ആദ്യ ശ്രമമില്ല പോലെ ആ കോർഡിനേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അത് ആ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ ടൈം ഞാൻ തന്നെ അതിൻ്റെ എല്ലാ പഞ്ചായത്ത് മീറ്റിങ്ങുകളിലും ഓൾ പാർട്ടി മീറ്റിങ്ങുകളെല്ലാവരും പങ്കെടുത്തത് ഞാനും രാജീവ് ഡോക്ടറാണ്. അയാളന്ന് സ്പെഷ്യൽ ഓഫീസറാണ്. അവിടുന്ന് ആ പൈസ പോരാണ്ട് വന്നത് നമ്മൾ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് കിട്ടാനുള്ള ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിയോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ആ ഒരു ഓർഡർ ഇറക്കിയപ്പോൾ അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി സുധാപിള്ള IAS അവരെ തടഞ്ഞപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടു. വീണ്ടും നമ്മൾ ടീമായി CM കണ്ടു. CM പറഞ്ഞു, സുധാപിള്ള ഫിനാൻസ് സെക്രട്ടറി തടഞ്ഞല്ലോ സാർ, ഇനി ഇത് കിട്ടൂലാലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ തന്നെയല്ലേ മുഖ്യമന്ത്രി, എന്താ കോടിയേരി എന്നും പറഞ്ഞു. നമ്മളെല്ലാവർക്കും കൂടി ചേർന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി ഇങ്ങോട്ട് തന്നു. 3 അംഗ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കും, ഈ ഓർഡർ മറിക്കും, നിങ്ങൾക്ക് ഓർഡർ കിട്ടും. അങ്ങനെ KC ജോസഫ് മന്ത്രി, ശിവകുമാർ മന്ത്രി, മലപ്പുറത്തിലെ അവർ 3 ആളും കൂടി ചേർന്നൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സെക്കൻഡ് റിപ്പോർട്ട് പ്രകാരം കിട്ടി. അത് നമുക്ക് ബാക്കിയും കിട്ടി. അപ്പോൾ 3.5 കോടി രൂപയ്ക്ക് മേലെ സ്റ്റേറ്റ് ബാങ്കിൽ ഇട്ടു. സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്തിന് ചില്ലറ ഈ ചില CRZ പാരിസ്ഥിതിക പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ നീണ്ടുപോയി. ഇപ്പോൾ അത് ഒരു 5 നില 6 നില കെട്ടിടമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാവും. അരവിന്ദാക്ഷൻ പറഞ്ഞ ഈ 10 പ്രൊജക്ടുകളുണ്ടല്ലോ, അതൊക്കെ ഈ നടപ്പിലാക്കാനുള്ള ഒരു കാലാവധി എങ്ങനെയാണ് നിങ്ങൾ കണക്കുകൂട്ടുന്നത്? അടുത്ത പദ്ധതി എന്താണ് ഏറ്റവും എളുപ്പത്തിൽ പൂർത്തിയാകുന്ന പദ്ധതികളാണ്? അതായത് ഞാൻ പറഞ്ഞു ഈ 12-ാം തീയതി നടത്തിയ പരിപാടി ഉണ്ടല്ലോ, അതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ഇതാണ്. പുതിയ നമ്മുടെ പ്രോജക്റ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, അതുപോലെ പിന്നെ ഡയാലിസിസ് സെൻറ്റർ. നമുക്കറിയാം ഒരുപാട് വൃക്കരോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്, കഷ്ടപ്പെടുകയാണ്. അതായത് ഇവിടെ അതിന് ഡയാലിസിസ് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾ കുറവാണ്, ഉള്ളിടത്ത് തന്നെ നീണ്ട ക്യൂ ആണ്. അപ്പോൾ നമ്മളൊന്ന് തുടങ്ങിയേ പറ്റുള്ളൂ എന്ന്. കാരണം ഈ സമൂഹമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു കൂട്ടം ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ കാലാവധി നമ്മൾ വെച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് സ്ഥലം കൈവശപ്പെടുത്താനുള്ള, സ്ഥലം ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി നമുക്കുണ്ട്. ആ സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ബിൽഡിംഗ് ഉണ്ടാക്കും ഒക്കെ. ഗോകുലം ഗോപാലേട്ടനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്നേഹക്കൂടിൻ്റെ തുടക്കം ഉദ്ഘാടനം നടത്തിയത്. ഗോകുലം ഗോപാലേട്ടനായിരുന്നു. അന്ന് അദ്ദേഹം ഒരു 7 ലക്ഷം രൂപ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല. അപ്പോൾ ആദ്യം കിട്ടിയ ഒരു തുക അതാണ്. ഗോകുലം ഗോപാലന്റെ കൈനീട്ടമാണ്. അത് മാത്രമല്ല, ആ പൈസ നമുക്ക് ഒരു 2-3-4 വർഷത്തേക്ക് നിന്ന് നയാ പൈസ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതവിടെ ദൈനംദിന അവിടെ പൈസ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ദൈനംദിന ചെലവുകളൊക്കെ കഴിയുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അതായത് ഇവിടെയുള്ള പബ്ലിക് ഉണ്ടല്ലോ, അതിൽ അതായത് ഉദാരമനസ്കരായിട്ടുള്ള ആളുകൾ അവരുടെ ജന്മദിനത്തിനും വിവാഹ വാർഷിക ദിനത്തിനും ചരമദിനങ്ങളിലെ ബന്ധുക്കൾ ചരമദിനത്തിനൊക്കെ അവരുടെ വക കോൺട്രിബ്യൂഷൻ ഇവിടെ തരുന്നു. അവരുടെ നമ്മുടെ അമ്മമാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത്. ആ വരുമാനം കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗോകുലം ഗോപാലേട്ടൻ തന്ന പൈസ അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് എപ്പോഴും അന്നും മുതൽ ഇന്ന് വരെ ആ പൈസ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. അത് കൂടാതെയാണ് നമുക്കൊരു ഇതിന്റെ കൂടെ ഒരു ബിൽഡിങ്ങും കൂടി എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ അതായത് നമുക്ക് കൂടുതൽ സ്ത്രീകളെ പാർപ്പിക്കാനുള്ള ഒരു ബിൽഡിങ് ഇതേ കോമ്പൗണ്ട് തന്നെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതും ഗോകുലം ഗോപാലേട്ടൻ തന്നെയാണ് ഇട്ടിരുന്നത്. അദ്ദേഹം അതിന്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കാനുള്ള തുക അദ്ദേഹം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഫ്ലോർ ഉണ്ടാക്കാനുള്ള തുക പിന്നെ വാസുവാട്ടൻ, അതായത് വാസു അത്തോളിൽ എന്ന് പറഞ്ഞ പാനൂരുള്ള ഒരു വ്യവസായ പ്രമുഖനാണ്. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മളെ പാലിയേറ്റീവിൻ്റെ വണ്ടി തന്നത്. അപ്പോൾ ആ തുക ഉണ്ട്. അതൊക്കെ കൊണ്ട് നമ്മൾ ബിൽഡിങ് ഉടൻ തന്നെ പൂർത്തിയാവും, ഉണ്ടാക്കാൻ തുടങ്ങും. നല്ല കോൺഫിഡൻസിലാണ്. അപ്പൊ പെട്ടെന്ന് ഈ 2 പദ്ധതികൾ യാഥാർത്ഥ്യമാകും. സ്ഥലം ഉടനെ എടുക്കും. അതായത് നമ്മള് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊളശ്ശേരി ആ ഭാഗത്ത് ആണ് നമ്മളിപ്പം ഏകദേശം വില കൂടും. നമ്മളെ ഈ യാത്രയിൽ വിട്ടുപോയ 2 പേരുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളെ കൂടെ ഇവിടെ
ഉണ്ടായ ഒരു ടീച്ചറുണ്ടായിരുന്നു. അവർ നമുക്ക് അവരെ കുട്ടിമാക്കുള്ള സമയത്ത് അവിടെ നമ്മൾ ഇൻമേറ്റ്സായി എടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് മറ്റ് നോക്കാൻ ആളില്ല. അപ്പോൾ അവരെ കുടുംബാംഗങ്ങളൊന്നും ഇവിടെ ഇല്ല, ഏതെല്ലോ നാട്ടിലാണ്. അപ്പോൾ ആരുമില്ല സമയത്ത് അപ്പോൾ അവരെ ബന്ധപ്പെട്ട് കിട്ടിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം. അപ്പോൾ അതൊരു ഭയങ്കര അസറ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്ന പുതിയ പദ്ധതികളിലേക്ക് പറയുമ്പോൾ നമുക്ക് ആ പുതിയ പദ്ധതി ഇങ്ങനെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ശക്തി മേലെ ഉണ്ട് നമുക്ക്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നത് പുതിയ തുടങ്ങാൻ പാലിയേറ്റീവ് അതിന്. അന്നേരം നമ്മളോട് പിന്നെ ഈ ഇവിടെ ഇരിക്കുന്ന സുധാമണീൻ്റെ ഫ്രണ്ട് ഒരു ലതയുണ്ട്. സുധാമണി അവരിവിടെ അമേരിക്കയിൽ വന്നാലും ഇവിടെ വരും. അപ്പോൾ ഇവിടുന്ന് ഒന്നിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ അവർക്ക് കുടുംബത്തിന് വേണ്ടുന്നതിൽ എടുത്തതിന് ശേഷം ബാക്കി വന്നതിൽ അവർ ഒരു പ്രധാന സ്ഥലം സുധാമണിയോട് പറഞ്ഞു നമുക്ക് നൽകാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ ഒരു കരുത്ത് കൂടുതൽ കിട്ടിയത്. ദൈവം കൂടെ എങ്ങനെയാണ് ഈ സുധാമണി ആളുകൾ നമ്മളെ ഇവിടെ വരുന്ന അന്തേവാസികൾ നമ്മളിപ്പോൾ ഇവിടെ കയറി വരുമ്പോഴത്തെ ഒരു റോയൽ ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ കയറി ചെന്ന ഫീലിംഗ് ആണ്. ഈ സംഘാടകർ എന്ന് പറഞ്ഞെപ്പോഴും തലപ്പത്തിരിക്കുന്നവർ താഴെ തട്ടിലേക്ക് പോകാറില്ല. അപ്പം ഞങ്ങൾ ക്രൂ ഇവിടെ കയറി വന്നപ്പോൾ താങ്കളൊരു വാഹനത്തിൽ കയറി ഏതൊരു വീട്ടിലേക്ക് പരിചരണത്തിന് പോയി. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണോ നിങ്ങളുടെ സംഘാടകർ? ഞങ്ങൾ പല സംഘടനകളിൽ തലപ്പത്തുള്ളവർ ഈ പണി എടുക്കില്ല, മറ്റുള്ളവർ ഈ കുട്ടി പണി എടുപ്പിക്കാറാണ്. ഇദ്ദേഹം അറിയാലോ ആംബുലൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ്. ഇപ്പൊ ശ്രീ സന്തോഷ്, അതുപോലെ സി ബസന്ത്, ഇവർ രണ്ടുപേരും തന്നെയാണ് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു മനോനിലയിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത്? കാരണം സന്തോഷം ഭയങ്കര ടിമ്പർ മർച്ചന്റ് ആണ്, വലിയൊരു മർച്ചന്റ്. മറ്റേ ആള് വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രമുഖനായ ഫോട്ടോഗ്രാഫർ. എങ്ങനെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിലാണോ ഈ ലെവലിലൊരു വർക്ക് നടക്കുന്നത് എന്ന് തോന്നുന്നു? എല്ലാവരും ഒരുമിച്ചായിട്ടുണ്ട്. ഭരണാധികാരികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ല. എന്ത് തോന്നുന്നു ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നപ്പോ, ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ ഭാഗമായപ്പോ? ഭയങ്കര സന്തോഷമാണ്. ഇത് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ മനസ്സിലുള്ള സംതൃപ്തി എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതായത് നമ്മൾക്ക് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കുറേ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കുക, ഇത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അല്ലല്ലോ. നമുക്ക് സമൂഹത്തെയും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇപ്പം എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇപ്പം ഞാൻ കോളേജ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എനിക്ക് ആവശ്യത്തിന് എനിക്ക് ജീവിക്കാൻ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള പണം എനിക്ക് സർക്കാർ പെൻഷനായിട്ട് തരുന്നുണ്ട്. പക്ഷെ ഈ പെൻഷനും വാങ്ങി ഞാൻ അനങ്ങാതെ അല്ലെങ്കിൽ യാതൊരു സേവനവും ചെയ്യാതെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണോ വേണ്ടതല്ല. തീർച്ചയായിട്ടും എൻ്റെ സാന്നിധ്യം കൊണ്ടും എൻ്റെ ശരീരം കൊണ്ടും ഏറ്റവും രസം, താങ്കൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകന്റെ റോളിൽ രാഷ്ട്രീയം മാത്രം ചെയ്യുന്നതിന് ആണോ ഇഷ്ടം? ഇത് രണ്ടിനേതാ ഇഷ്ടം? മെയിനാ, അത് കഴിഞ്ഞ് രാഷ്ട്രീയമുള്ളൂ. ഇപ്പോൾ ഞാൻ ഏത് പ്രവർത്തനം നടത്തുമ്പോൾ അതിനകത്ത് എന്നോടൊരു ചോദ്യം, ഇത് ഓഫാക്കുമെങ്കിൽ ഞാൻ പറയാം. അല്ല, ഇത് പുറത്തു വരണ്ട. ഞാൻ കഴിഞ്ഞ സെൻട്രൽ തെരഞ്ഞെടുപ്പിൽ തോറ്റെടുത്ത് AICC ജനറൽ സെക്രട്ടറി മുഗൾവാസിനിക്ക് കണ്ണൂർ വന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടി. അതിലൊന്ന് ഞാനുണ്ട്. അപ്പോൾ ഒന്ന് പ്രസൻറ്റ് ചെയ്തു. അതെല്ലാം വളരെ തുറന്നിട്ടുള്ള പ്രസൻറ്റേഷൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം KPCC പ്രസിഡന്റ് ഒരു ചോദ്യം ചോദിച്ചു. ഒരു രാഷ്ട്രീയക്കാരൻ്റെ സാധാരണ എന്താണ് കടമ എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ജനങ്ങളുമായി ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ഒരാളെ പൊതുപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരേണ്ട, അതായിരിക്കണം രാഷ്ട്രീയം എന്ന് പറഞ്ഞു. അപ്പോൾ KPCC പ്രസിഡന്റ് വേണ്ട, നമ്മൾ നേർരേഖയുടെ എപ്പിസോഡിൽ ഏറ്റവും രസം നൽകുന്ന ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേജർ ഗോവിന്ദനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ സുധാമണി, അരവിന്ദാക്ഷൻ, സന്തോഷ്, ബസന്ത് തുടങ്ങി ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെയൊക്കെ ഒരു മനസ്സ്, അത് നമ്മൾ ഇന്നത്തെ തലമുറ കാണേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഈ സ്നേഹം, കരുണ, ചേർത്ത് നിർത്തൽ എന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനും മാത്രം എന്ന കാലത്തേക്ക്. പണ്ട് അങ്ങനെയല്ല, ഞാനും എൻ്റെ ഓളും എൻ്റെ മക്കളും എന്നായിരുന്നു ഒരു കാലത്ത്. കൂട്ടുകുടുംബം നഷ്ടപ്പെട്ടതിന് ശേഷം നാം കേട്ടത് എങ്ങനെയാണ്? ഞാനും എൻ്റെ ഓളും എൻ്റെ മക്കളും. ഇപ്പോൾ അതും മാറി, ഞാനും മാത്രം, എനിക്ക് ഞാൻ മാത്രം മതി എന്ന നിലയിലേക്ക്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോലും
കുട്ടികൾ തയ്യാറല്ലാത്ത, വിവാഹ ജീവിതം വേണ്ട, ഗർഭിണിയായാൽ എൻ്റെ പണിയല്ല എന്ന് പെൺകുട്ടികളും ഒരു ബാധ്യതയും ഏറ്റെടുക്കേണ്ട എന്ന് ആൺകുട്ടികളും അവരുടെ കൂട്ടായ്മകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം മനുഷ്യരെ ചേർത്തു പിടിക്കാൻ ഇങ്ങനെ കുറേ നല്ല മനസ്സുകളുള്ളത് വലിയ പ്രതീക്ഷയാണ് സമൂഹത്തിന് നൽകുന്നത്. നമുക്ക് ആരൊക്കെ ഉണ്ട് ഒന്ന് വീണുപോയാൽ, ഇപ്പം ഈ സംസാരിക്കുന്ന എനിക്ക് പോലും നാളെ ആരോരുമില്ലാത്ത ഒരവസ്ഥ വന്നാൽ ഒന്ന് കയറി ചെല്ലാൻ ഒരു ഇടമുണ്ട് എന്ന തോന്നൽ ഒരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ നമ്മൾ നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നേരിടുക ഈ എപ്പിസോഡ് പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.